നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ശരി, ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തും ലാലിഗയിൽ ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് തന്നെയാണ്. 8 റൗണ്ട് മത്സരങ്ങളാണ് ലാലിഗയിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 8 കളികളിൽ നിന്ന് 7 വിജയം, 1 തോൽവി, 21 പോയിൻറ്റോടെ റയൽ ഒന്നാമത്. 8 കളി 6 ജയം, 1 സമനില, 1 തോൽവി, 19 പോയിൻറ്റോടെ ബാഴ്സലോണ രണ്ടാമത്. ഇപ്പം ബാഴ്സയും റയലും തമ്മിലുള്ള വ്യത്യാസം 2 പോയിന്റ്, അതവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇന്ന് വിജയിച്ചിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനം ബാഴ്സയ്ക്ക് തിരികെ പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ സെവിയ പണി കൊടുത്തു കളഞ്ഞു. സെവിയ 4-1 വിജയം സ്വന്തമാക്കുമ്പോൾ ഓർക്കുക, 2015 ശേഷം ആദ്യമായിട്ടാണ് ലാലിഗയിൽ സെവിയ ബാഴ്സലോണയെ തോൽപ്പിക്കുന്നത്. 10 ശേഷം. ഈ 2005-2006 ശേഷം ആദ്യമായിട്ടാണ് സ്വന്തം മൈതാനത്ത് വെച്ച് ബാഴ്സയുടെ വലയിലേക്ക് സെവിയ 4 ഗോളുകൾ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ അതിന് 10-20 കൊല്ലക്കാലം പുറകോട്ടേക്ക് പോകണം. അങ്ങനെയുള്ളൊരു തോൽവിയാണ് ഇന്ന് ഏറ്റുവാങ്ങിയത്. ബാഴ്സയുടെ ഈ ഹൈലൈറ്റ് ഡിഫൻസ് അത് കൃത്യമായിട്ട് പൊളിച്ചു സെവിയ. ഇത് മാത്രമല്ല, റൊണാൾഡോ അറൗഹോയുടെ മിസ്റ്റേക്കുകൾ, പിന്നെ എല്ലാവരും പറയും റാഫീഞ്ഞ ഇല്ല, യമാലില്ല, ഇങ്ങനെ പല ഗാവിയില്ല, ഇങ്ങനെ പ്രധാന താരങ്ങൾ പലരും ഇല്ലെന്ന്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരാണിപ്പോൾ റയലിന് വേണ്ടി RB കളിച്ചത് എന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ പലരും പലപ്പോഴായിട്ട് പരിക്കേറ്റൊക്കെ പുറത്തായിരുന്നല്ലോ. ഇപ്പോൾ ബെല്ലിങ്ങാമൊക്കെ പുറത്തായിരുന്നു, ഇപ്പോഴല്ലേ മടങ്ങിയെത്തുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ടീമിലും പരിക്കൊക്കെ ഉണ്ട്. ഇതൊരു സീസൺ എന്ന് പറയുമ്പോൾ വളരെ ലോങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ചില താരങ്ങൾ അവൈലബിൾ ആവും, ചിലർ അവൈലബിൾ ആവാതിരിക്കും. ഏത് പ്രതിസന്ധിയും മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം റയലിന് എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പരിക്കിൻ്റെ വിഷയങ്ങൾ ഉണ്ടായി, അതൊന്നും ആരും പരിഗണിക്കാറില്ലല്ലോ. ബാഴ്സ കിരീടം ചൂടി, അത് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ 8 റൗണ്ട് കഴിയുമ്പോൾ ലാലിഗയിൽ 1-ാം സ്ഥാനത്ത് ബാഴ്സയല്ല, റയൽ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.